Kali Linux operating system നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിൽ ഒരു വിർച്വൽ മെഷീൻ വഴി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ നമ്മുടെ വിൻഡോസ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ മറ്റൊരു സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു Kali Linux സിസ്റ്റം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ വിർച്വൽ മെഷീൻ വഴി നമ്മൾ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് PC-യുടെ അതേ റിസോഴ്സ് തന്നെയായിരിക്കും അത് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കതൊരു സാധാരണ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിൽ നമുക്കൊരു സാധാരണ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെ മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് വിർച്വൽ മെഷീൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് Oracle VM ആണ്. Oracle വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന വിർച്വൽ മെഷീനാണ്. സോ നമ്മൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം Kali Linuxും അതുപോലെ വിർച്വൽ മെഷീനും Oracle വിർച്വൽ ബോക്സും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഇവ രണ്ടും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ Kali Linux എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ റിസൾട്ട് kali.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ലഭിക്കും. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും ലഭിക്കുക. Kali Linuxിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. Kali Linux ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നമുക്കിവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു പേജ് ഓപ്പൺ ആയി വരും. ഇതിൽ വിവിധ തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് Kali ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള വിവിധ തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇൻസ്റ്റാളർ ഇമേജ്, വിർച്വൽ മെഷീൻസ്, അതുപോലെ ARM, മൊബൈൽ, ക്ലൗഡ്, WSL, ലൈവ് ബൂട്ട്, കണ്ടെയ്നേഴ്സ്. സോ ഇതിലൊക്കെ നമുക്ക് Kali Linux നമ്മുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വിർച്വൽ മെഷീനാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വിർച്വൽ മെഷീൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രീ ബിൽഡ് വിർച്വൽ മെഷീൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നമുക്കിവിടെ 64 ബിറ്റ് അതുപോലെ 32 ബിറ്റ് ഉണ്ടായിരിക്കും. സോ നമ്മളിവിടെ 64 ബിറ്റ് ആണ് നമ്മുടെ സിസ്റ്റം. അതുകൊണ്ട് നമ്മൾ 64 ബിറ്റ് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ 32 ബിറ്റ് ആണെങ്കിൽ 32 ബിറ്റ് സെലക്ട് ചെയ്യുക. സോ ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. രണ്ട് തരത്തിലുള്ള വിർച്വൽ മെഷീൻ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. സോ ഒന്ന് VMware, മറ്റൊന്ന് വിർച്വൽ ബോക്സ്. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വിർച്വൽ ബോക്സ് ആണ്. നമുക്ക് VMware എന്ന് പറയുന്ന ആ ഒരു വിർച്വൽ മെഷീനിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് വിർച്വൽ ബോക്സ് ആണ്. അതുകൊണ്ട് വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരിക. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്യുക. സോ നമ്മൾ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫയൽ സേവ് ചെയ്യാൻ ചോദിക്കും. ഇതിൻ്റെ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് 7Z ഫയൽ ടൈപ്പ് ആണ്. ഇതൊരു സിപ്പ് ഫയലാണ്. സോ നമ്മൾ സേവിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വിർച്വൽ മെഷീൻ ഡൗൺലോഡ് ചെയ്യണം. സോ നമ്മളിവിടെ Oracle VM എന്ന് സെർച്ച് ചെയ്യുക. Oracle VM എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ virtualbox.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്യുക. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ ഡൗൺലോഡ് വിർച്വൽ ബോക്സ് 7 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള ഫയൽസ് ഇവിടെ കാണാൻ സാധിക്കും. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വിൻഡോസ് ആണ്. അതുകൊണ്ട് നമ്മൾ വിൻഡോസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു. അതുപോലെ നമുക്കിവിടെ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിർച്വൽ ബോക്സും നമ്മൾ ഡൗൺലോഡ് ചെയ്തു. സോ നമ്മൾ Kali Linuxും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത Kali Linuxിൻ്റെ ആ സിപ്പ് ഫയലും അതുപോലെ തന്നെ വിർച്വൽ ബോക്സിൻ്റെ ആ സെറ്റപ്പ് ഫയലും നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമുക്കൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ Kali Linux നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഒരു 7Z ഫയലാണ്. നമുക്കിവിടെ ടൈപ്പ് നോക്കിയാൽ കാണാം 7Z ഫയലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അൺസിപ്പ് ചെയ്യുന്നതിന് നമുക്കൊരു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. അതൊന്നും കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ 7Z എന്ന് സെർച്ച് ചെയ്യുക. 7zip അല്ലെങ്കിൽ 7Z എന്ന് സെർച്ച് ചെയ്യാം. 7zip എന്ന് സെർച്ച് ചെയ്താലും ഈ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കും. 7zip.org എന്ന് പറയുന്ന വെബ്സൈറ്റ് ലഭിക്കും. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. വിൻഡോസിൻ്റെതായതുകൊണ്ട് നമുക്ക് വിൻഡോസിൻ്റെ പേജ് ഓപ്പൺ ആയി വരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ വിൻഡോസിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ആ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ എല്ലാ സോഫ്റ്റ്വെയറും ചെയ്യുന്നത് പോലെ വളരെ സിമ്പിളായി നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ ഫോൾഡറിൽ വരുന്നു. നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് വിർച്വൽ ബോക്സും അതുപോലെ Kali Linuxുമാണ്. സോ 7Z ഫയൽ നമ്മൾ ഓൾറെഡി ആ പ്രോഗ്രാം ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്കിത് അൺസിപ്പ് ചെയ്യാം. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7zip എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ കാണുകയുള്ളൂ. അതിൽ പോയതിന് ശേഷം നമ്മളിവിടെ എക്സ്ട്രാക്ട് ടു Kali Linux 2022 എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും, അഥവാ അൺസിപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിപ്പ് ഫയലിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. സോ ഞാനിവിടെ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മളിപ്പോൾ Kali Linuxിൻ്റെ ഫോൾഡർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഫയൽസ് എല്ലാം നമുക്ക് ഈ ഫോൾഡറിൽ കാണാൻ സാധിക്കും.
സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമ്മുടെ സെറ്റപ്പ് ഫയൽ ഇവിടെയുണ്ട്. സോ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സാധാരണ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മളിതുപോലെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ഒറാക്കിൾ വിർച്വൽ ബോക്സ് എന്നുണ്ടായിരിക്കും. ഇത് തൽക്കാലം നമുക്ക് ഇത് അൺചെക്ക് ചെയ്യാം. അൺചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫിനിഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് അൺചെക്ക് ചെയ്തതിന് ശേഷം ഫിനിഷിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. കാലി ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ വിർച്വൽ ബോക്സിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. സോ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാലി ലിനക്സിൻ്റെ ഈ ഒരു ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. സോ ഇതിൽ നമുക്ക് 2 ഫയൽസ് കാണാൻ സാധിക്കും. സോ ഇത് ഒരു വിർച്വൽ ബോക്സ് ഫയൽ ഉണ്ടായിരിക്കും, ഒന്ന് നമ്മുടെ കാലി ലിനക്സിൻ്റെ ഇമേജ് ഫയൽ ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ യഥാർത്ഥ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയൽ ഉണ്ടായിരിക്കും. സോ ഇതിൻ്റെ ഫയൽ ടൈപ്പ് നമ്മളിവിടെ നോക്കിയാൽ കാണാം വിർച്വൽ മെഷീൻ ഡെഫിനിഷൻ എന്നാണ്. മറ്റേത് നമ്മുടെ ഡിസ്ക് ഇമേജ് ആണ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയലാണ്. സോ നമ്മളിതിൽ ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ മുകളിലെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ വിർച്വൽ ബോക്സ് മെഷീൻ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. സോ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫയൽ നമ്മുടെ വിർച്വൽ ബോക്സിൽ ഓപ്പണായി വരുന്നതായിരിക്കും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഓപ്പണായി വരുന്നതായിരിക്കും. സോ നമുക്കിതുപോലെ അത് ഓപ്പണായി വരുന്നതായിരിക്കും. സോ നമ്മൾ അതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് ഒന്നും കാര്യമായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സിസ്റ്റം മെമ്മറി, അതുപോലെ തന്നെ ഡിസ്പ്ലേ, സ്റ്റോറേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സെറ്റിങ്സിൽ പോയി ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓരോ കാര്യവും. സോ നമുക്കതുപോലെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ യൂസർ നെയിം, അതുപോലെ കാലി, അതുപോലെ പാസ്വേഡ്, കാലി തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. സോ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ശേഷം നമ്മൾ ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലി ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ വിർച്വൽ ബോക്സിൽ ഓപ്പണായി വരുന്നതായിരിക്കും. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കും. അതിനുശേഷം നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് പോലെ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ബൂട്ടപ്പായി കഴിഞ്ഞു. സോ ഇതുപോലെ നമുക്ക് ഓപ്പണായി വരുന്നതായിരിക്കും. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ആദ്യം യൂസർ നെയിം കാലി എന്ന് കൊടുക്കുക, അതുപോലെ പാസ്വേഡും കാലി എന്ന് കൊടുക്കുക. ഡീഫാൾട്ട് ആയിട്ടുള്ള ഇതാണ്. ശേഷം നമുക്ക് ലോഗിൻ ചെയ്ത ശേഷം ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലി ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പണായി വരുന്നതായിരിക്കും. സോ നമുക്കിതിൻ്റെ ഫുൾ സ്ക്രീൻ ആക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വ്യൂ മെനുവിൽ പോയതിനു ശേഷം ഫുൾ സ്ക്രീൻ മോഡ് എന്നതിലാക്കുക. സോ ഫുൾ സ്ക്രീൻ മോഡിലാക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫുൾ സ്ക്രീനിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലഭിക്കുന്നതായിരിക്കും. സോ നോട്ടിഫിക്കേഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഇവിടെ ഐഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതുപോലെ ഫുൾ സ്ക്രീൻ മോഡിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ സ്ക്രീൻ മോഡ് ഓഫ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സാധാരണ നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് പോലെ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് മിനിമൈസ് ചെയ്യാനും അതുപോലെ ഓപ്പൺ ചെയ്യാനും ഒക്കെ സാധിക്കും. സോ ഇതാണ് നമ്മുടെ കാലി ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കാലി ലിനക്സ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് വിൻഡോസ് സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന വിർച്വൽ മെഷീൻ വഴിയാണ് നമ്മളിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിതിലെ കാര്യങ്ങളെല്ലാം, ഇതിലെ പ്രോഗ്രാംസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉദാഹരണമായി നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഫയർഫോക്സ് ബ്രൗസർ ആയിരിക്കും ഇതിൽ ഡീഫാൾട്ടായിട്ട് ഉണ്ടായിരിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ടെർമിനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ നമുക്ക് നമ്മുടെ കമാൻഡ്സ് ഒക്കെ എഴുതാൻ സാധിക്കും. ഓക്കെ, സോ നമുക്കതുപോലെ സൂം ചെയ്യാനും നമുക്ക് LS കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കറണ്ട് ഫോൾഡറിലുള്ള ഡീറ്റെയിൽസും ഫയൽസും ഫോൾഡേഴ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. PWD കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ സാധാരണ ലിനക്സ് കമാൻഡ് ലൈനിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഷട്ട് ഡൗൺ എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആവുന്നതായിരിക്കും. ഒരിക്കൽ ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒറാക്കിൾ വിർച്വൽ ബോക്സ് നമുക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇനി വീണ്ടും ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാം. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യുക. സോ നമ്മളിവിടെ വിർച്വൽ ബോക്സ് ഒറാക്കിൾ വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫയൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാലി ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണാൻ സാധിക്കും. ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്, പവർ ഓഫ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും നേരത്തെ നമ്മൾ കാണിച്ച പോലെ വീണ്ടും ഇത് സ്റ്റാർട്ടായി വരുന്നതായിരിക്കും. ഒരിക്കൽ നമ്മുടെ സിസ്റ്റം ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ നമുക്ക് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റം ഉപയോഗിക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.